ബസൂക്ക ഡയറക്ടഡ് ബൈ ഡീനോ. ഈ ഒരു സിനിമ എങ്ങനെയുണ്ടെന്ന് പറയുന്ന മുന്നേ തന്നെ ഞാൻ ആദ്യ ഒരു കാര്യം പറയാം. ഈ ഒരു സിനിമ എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെടുന്ന രീതിയിലല്ല ഈ സിനിമ ഒരുങ്ങിയിട്ടുള്ളത്. അപ്പൊ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്നുള്ളത് പറയാൻ ഞാൻ ആളല്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞ് വന്ന പഠനം ഞാൻ ഈ പബ്ലിക് റെസ്പോൺസ് ആണ് ഞാൻ എല്ലാ സിനിമ കണ്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പബ്ലിക് റെസ്പോൺസ് അല്ലെങ്കിൽ ആരെങ്കിലും റിവ്യൂസ് ഒക്കെ എടുത്ത് നോക്കും. പക്ഷെ ഞാൻ ഒരിക്കലും അവര് പറഞ്ഞ തന്നെ ഞാൻ പറയില്ല. അപ്പൊ ഇതില് ഞാൻ കണ്ടൊരു ഭൂരിഭാഗം ആവറേജ് ഇല്ലെന്നുണ്ടെങ്കിൽ ബിലോ ആവറേജ് എന്നുള്ള സംഭവങ്ങളാണ് ഞാൻ കൂടുതൽ കേട്ടത്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഈ സിനിമ എനിക്ക് അത്യാവശ്യം എന്നുള്ളതല്ല, എനിക്ക് ഈ സിനിമ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അതിൽ കാരണം ഈ ഒരു സിനിമന്റെ കഥ എന്ന് പറയുന്നത് തന്നെ മലയാള സിനിമയിൽ അധികം വന്നിട്ടില്ല. പക്ഷെ ഈ ഒരു സിനിമക്ക് ഒരു കുഴപ്പമില്ല. 2.5 മണിക്കൂറോളം ഉള്ള ഈ ഒരു മൂവി കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു മാക്സിമം ഒരു 2 മണിക്കൂർ 15 മിനിറ്റിന്റെ ഉള്ളിൽ ഈ സിനിമ ചുരുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരുന്നു. കാരണം ഫസ്റ്റ് ഹാഫിൽ കുറെ ഭാഗങ്ങളിൽ ഒരു ഇഴച്ചിൽ എനിക്ക് ഫീൽ ചെയ്തു. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ നമുക്ക് വർക്ക് ചെയ്യാതെ പോണ കോമഡികൾ ഉണ്ടല്ലോ, അതായത് ഈ ചളിയടി ഫസ്റ്റ് ഹാഫിൽ ഉണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അങ്ങനെ ചളിയടിയോ കാര്യങ്ങളൊന്നും ഇല്ല. ബട്ട് സ്റ്റിൽ ആ ഒരു സിനിമ ഒരു സ്ലോ പേസിൽ കൂടെ സെക്കൻഡ് ഹാഫ് കുറച്ചൊരു സമയം വരെ പോണത്. പിന്നെ ക്ലൈമാക്സിന്റെ കാര്യത്തേക്ക് ഞാൻ വരാം. പിന്നെ ഈ ഒരു സിനിമയിലെ ഫാൻസിന് വേണ്ടിയിട്ടുള്ള സ്ലോ മോഷനും കാര്യങ്ങളൊക്കെ ഈ സിനിമയിലുണ്ട്. മമ്മൂട്ടി എത്ര പ്രായമായി മൂപ്പരാള് ഇതിൽ ചെയ്യുന്നു, ഇതിന്റെ ലുക്ക് കാണണം. ഇത് പ്രായം വെക്കാത്തൊരു വസ്തു, അതാണ് മമ്മൂട്ടി. കാരണം ഈ ഒരു സിനിമയിൽ പോട്ടിട്ടുള്ള ഒരു വരവും ആ നടത്തും ആ സ്വാഗും ഒട്ടം നീളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടം നീളം ഗംഭീരായിരുന്നു. ആവശ്യത്തിൽ പെർഫോമൻസ് മമ്മൂട്ടിക്ക് ഇതിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാണ്ട്. പിന്നെ സ്ക്രീൻ ടൈം കൂടുതൽ ഗൗതം മേനോൻക്കാണ്. അത് സംഭവങ്ങൾ ഞാൻ അതിലേക്ക് ഞാൻ കടക്കണില്ല, അത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഗൗതം മേനോൻക്കാണ് സ്ക്രീൻ ടൈം കൂടുതൽ. പക്ഷെ ഗൗതം മേനോന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്, ഗൗതം മേനോന്റെ ഈ ഡയലോഗ് ഡെലിവറി മലയാളത്തിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് പൊതുവെ ഒരു പ്രശ്നം തോന്നലുണ്ട്. ഡയലോഗ് ഡെലിവറിന്റെ സമയത്ത് അതിങ്ങനെ ഈ നമ്മളിങ്ങനെ ഫ്ലുവന്റ് ആയിട്ടുള്ള മലയാളം മൂക്കൾക്ക് കിട്ടാത്തതാണോ എന്താ സംഭവം എന്നുള്ള അറിയില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ ഈ ബാക്കിയുള്ള ആക്ടേഴ്സ് ഒക്കെ സംസാരിക്കുമ്പോൾ ഈ നമ്മളെ ഫ്ലുവന്റ് ആയിട്ട് വരുന്ന ആ സംഭവം ഉണ്ടല്ലോ, ആ ഒരു സംഭവം ഇതിൽ നമുക്ക് ഒരു തമിഴ് അറിയാത്ത ഒരു നടനെ പോയിട്ട് തമിഴ് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഫ്ലുവന്റ് ആയിട്ട് തമിഴ് സംസാരിക്കാത്ത ഒരാൾ തമിഴ് സിനിമയിൽ അഭിനയിക്കുമ്പോൾ തമിഴ് ഓഡിയൻസിന് ഇതേ സാധനം ഫീൽ ചെയ്യും. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം ഗൗതം മേനോന്റെ ഡയലോഗ് ഡെലിവറി എനിക്ക് പൊതുവെ തോന്നിയിട്ടുണ്ട്. ഈ സിനിമയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഗൗതം മേനോന്റെ ഇൻട്രോ കിട്ടുമായിരുന്നു, മമ്മൂട്ടിന്റെ ഇൻട്രോ ഒരു കിട്ടുമായിരുന്നു. പക്ഷെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഇൻട്രോ ആയിരുന്നു. പക്ഷെ ആ ഇൻട്രോ കഴിഞ്ഞിട്ട് കുറെ സ്ലോ മോഷനും കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ മമ്മൂട്ടിന്റെ ഉണ്ട്. അപ്പൊ കൈയടിക്കാനുള്ള വക മമ്മൂട്ടിന്റെ അതിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്, സ്ലോ മോഷന്റെ വക. പക്ഷെ അതിന്റെ അപ്പുറത്തേക്കും ഈ സിനിമ എനിക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി. ഈ സിനിമ ഞാൻ പറഞ്ഞില്ല, ഈ പറഞ്ഞ പോലത്തെ ലാഗ് പല സ്ഥലങ്ങളിലും തോന്നി. ഒരു മാസത്തിൽ നോക്കുമ്പോൾ ഒരു 15-20 മിനിറ്റോളം എടുത്ത് ഒഴിവാക്കിയിരുന്നു. ഇപ്പൊ 2 മിനിറ്റ് 3 മിനിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ 10-24 സീനുകളുണ്ട് പൊതുവെ ഒരു സിനിമക്ക്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് കുറെ സീനുകൾ ഇതിന് വെട്ടി ചുരുക്കിയിരുന്നു. പെട്ടെന്ന് കാര്യങ്ങൾ സ്പീഡ് ആക്കണമായിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നി. പിന്നെ ഒരു സിനിമന്റെ മറ്റേ ഞാനത് മമ്മൂക്കന്റെ ഇതിന്റെ മുന്നത്തെ ഇന്റർവ്യൂ ഞാൻ കേട്ടിരുന്നത്, ഇതിൽ ഒരു കഥ ആയിട്ടാണ് ഇതിന്റെ സംവിധായകന് കഥ കേൾക്കണം എന്ന് പറഞ്ഞാണ് ചെന്നത്. അത് സ്ക്രിപ്റ്റ് റൈറ്ററായിട്ടാണ് ചെന്നത്. പക്ഷെ മുപ്പരോട് തന്നെ ഡയറക്റ്റ് ചെയ്തിട്ട് മമ്മൂട്ടിയാണ് ആവശ്യപ്പെട്ടത്. മുപ്പരൾ ചെയ്തു. പക്ഷെ നല്ല ഡയറക്ഷന് പണി അറിയാം എന്നുള്ളത് ഈ സിനിമയിൽ ഒട്ടം നീളം. അതായത് ഡയറക്ഷന് ഒരു സ്ഥലത്ത് പോലും ഈ ഒരു ഡയറക്ഷൻ ക്വാളിറ്റി എവിടെ ഡിപ്പായിട്ടില്ല, മനസ്സിലായില്ല. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബി ജി എം എന്ന് പറയുമ്പോൾ അന്യായ BGM ഇതിൽ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ പോസിറ്റീവ്. കാരണം അന്യായം എന്ന് പറഞ്ഞാൽ സൗണ്ടിന്റെ കാര്യമാണ് പറഞ്ഞത്, ക്വാളിറ്റി അല്ല. ക്വാളിറ്റി കിട്ടും. അത് മറ്റേ ഒരു ഇംഗ്ലീഷ് പാട്ടൊക്കെ ഉണ്ട്, ഇംഗ്ലീഷ് സോങ് ഒക്കെ ഉണ്ട് 1-2 അത് കിട്ടുമായിരുന്നു, അതായത് മ്യൂസിക് കിട്ടുമായിരുന്നു. പക്ഷെ അതിങ്ങനെ ഒറ്റമൂലി ഉണ്ടാക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് മനസമാധാനത്തിൽ ഇരുന്നിട്ട് ഈ സിനിമ കാണാനും പറ്റും. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് മമ്മൂട്ടിന്റെ പെർഫോമൻസ് കിട്ടുവാണ്. പിന്നെ മമ്മൂട്ടിന്റെ ഒപ്പം വരുന്ന പിന്നെ ഇതിലൊരു ക്യാമിയോ റോൾ ഉണ്ട്. എന്റെ പൊന്നോ, ആ ക്യാമിയോ റോൾ എന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് ഇത് വന്ന് പോയിക്കോട്ടെ, എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ. അപ്പൊ എനിക്കിപ്പോ എന്താ വന്നു വെച്ചിട്ട് പക്ഷെ അത് എൻജോയ് ചെയ്ത് എല്ലാം പറയല. അങ്ങനെ വന്നപ്പോ തിയേറ്ററിൽ ഇങ്ങനെ എല്ലാരും കൂടി ഇങ്ങോട്ട് ചിരിയും കളിയൊക്കെ വന്നപ്പോ ഒരു സംഭവം ഇരുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഈ സിനിമ ഉടനീളം നോക്കുമ്പോൾ എനിക്ക് ആകെ വന്ന നെഗറ്റീവ് എന്ന് പറഞ്ഞത് ഏകദേശം 10-20 മിനിറ്റെങ്കിലും ഈ ഒരു സിനിമയിൽ കട്ട് ചെയ്ത് ഒഴിവാക്കണമായിരുന്നു. കാരണം അനാവശ്യമായിട്ട് ഇതിങ്ങനെ സിനിമ ഇങ്ങനെ മുന്നേക്ക് പോണ പോലത്തെ ഒരു ഫീലിംഗ്, അതായത് ബോറടിച്ച് ഇങ്ങനെ വരുമ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ട്. ഈ 15-20 മിനിറ്റ് എന്ന് പറയുമ്പോൾ കൺസിസ്റ്റന്റ് അല്ല. അതായത് 15-20 മിനിറ്റോളം ലാഗില്ല. അത് ഇവിടെ ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ ഒരു 20 മിനിറ്റോളം നമ്മൾ എൻഗേജിംഗ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു 5 മിനിറ്റോ 3 മിനിറ്റോ ലാഗ്. പിന്നെ ഇങ്ങനെ 10-20 മിനിറ്റ് നമ്മൾ ഇങ്ങനെ എൻഗേജിംഗ് ആയിട്ട് ഇരിക്കുമ്പോൾ അവിടെ ഒരു 2-3 മിനിറ്റ് ലാഗ്. അങ്ങനെ അവിടെയും കൂട്ടിയിട്ടാണ് ഈ ലാഗ് കൊടുക്കുന്നത്. പക്ഷെ അതൊക്കെ കട്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ തന്നെയാണ് ഉള്ളത്. കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ടെങ്കിൽ സിനിമന്റെ ഒരു ഫ്ലുവൻസിക്കോ കൺസിസ്റ്റൻസിക്കോ ഒന്നും മിസ്റ്റേക്ക് വരൂലായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, അതൊന്നും എടുത്ത് ഒഴിവാക്കണമായിരുന്നു എന്നുള്ളത്. അല്ലാതെ ഈ സിനിമക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടെങ്കിൽ എനിക്ക് തോന്നിയിട്ടില്ല. ഇനിയിപ്പോ ആരൊക്കെ എന്തൊക്കെ നെഗറ്റീവ് പറഞ്ഞ് വരുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ ഈ സിനിമ കണ്ടു നോക്കണം. ഞാൻ പറഞ്ഞ പോലെ മലയാളത്തിൽ അധികം, ഞാൻ തമിഴ് സിനിമയിലൊക്കെ ഇങ്ങനത്തെ സ്ക്രിപ്റ്റ് കണ്ടിട്ടുണ്ട്. പക്ഷെ മലയാളത്തിൽ ഇതിന്റെ ഒരു ഓർമ്മ ശരിയാണ്, ഞാൻ കണ്ടതിൽ ഇങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് വന്നിട്ടില്ല. പിന്നെ സിനിമ ഒരു രീതിയിലും പ്രിഡിക്റ്റബിൾ അല്ല. പ്രിഡിക്റ്റബിൾ അല്ലാന്ന് പറയാനുള്ള കാരണം എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റില്ല. അപ്പൊ അത് സ്പോയിലർ ആവും. പ്രിഡിക്റ്റബിൾ നിങ്ങൾക്ക് എനിക്കൊരു സംശയം വന്നിരുന്നു, ഇത് ഇങ്ങനെ ആവോ എന്നൊരു സംശയം വന്നിരുന്നു. പക്ഷേ അങ്ങനെ വരൂല എന്തായാലും എന്നുള്ളൊരു ഫീൽ എനിക്ക് വന്നു. പക്ഷെ അതാണ് സംഭവിച്ചത് സിനിമ, മനസ്സിലായില്ല. അപ്പൊ ഓരോ ക്യാരക്ടർ മാറിയുമ്പോഴും പിന്നെ ബാക്കി ഞാൻ പറയുന്നില്ല. ക്യാരക്ടേഴ്സിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു സ്പോയിലർ
ഒരു സംഭവത്തേക്ക് ഞാൻ കിടക്കേണ്ടി വരും. അപ്പൊ ഞാൻ പറയും എനിക്ക് ഈ ഒരു സിനിമ ഇഷ്ടപ്പെട്ടു. അപ്പോ ഇത് നിങ്ങൾക്ക് ഒരിക്കൽ ഞാൻ ആരൊക്കെ എന്തൊക്കെ റിവ്യൂ പറഞ്ഞു വരും എന്നുള്ള എനിക്കറിയാം. നിങ്ങൾ ഈ സിനിമ കണ്ടു നോക്കുക, റിവ്യൂസോ പബ്ലിക് റെസ്പോൺസോ നിങ്ങൾ കണ്ടിട്ട് ഈ സിനിമ കാണാതിരിക്കരുത്. കാരണം കുറെ ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇനി കുറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഇനിയുള്ള റിവ്യൂസ് വരുമോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ എനിക്ക് പേഴ്സണലി ഈ ഒരു സിനിമ ഇഷ്ടപ്പെട്ട് തിയേറ്ററിൽ കാണാനുള്ളത് ഉണ്ടെങ്കിൽ ആകെ ഞാൻ പറഞ്ഞ നെഗറ്റീവ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷുഡ് ഹാവ് ബീൻ ഷോർട്ടർ. കുറെ സാധനങ്ങൾ വെട്ടി മാറ്റി നുറുക്കി അതും കൂടി ആവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ സിനിമ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആകെ നെഗറ്റീവും കൂടെ പോകുമ്പോൾ ഒരു പെർഫെക്ഷനിക്ക് മൂവി കിടപ്പുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം. പിന്നെ ഈ സിനിമയിലുള്ള ആക്ഷൻ സീക്വൻസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടാ പറക്കണ സംഭവം ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ ആക്ഷൻ സീക്വൻസ് ഇല്ല. ഒന്നോ രണ്ടോ സാധനങ്ങളായിട്ട് ഈ സിനിമയിലുള്ളൂ. 2-3 മമ്മൂക്കന്റെ രണ്ട് ആക്ഷൻ സീക്വൻസ് ആയിട്ടേ ഉള്ളൂ. അപ്പൊ അത് എങ്ങനെയുണ്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. കാരണം ഈ തൊടുമ്പോ ഇങ്ങനെ ഇടിക്കലും ഇങ്ങനെ തെറിച്ചു ഇതിലൊക്കെ ഉണ്ട്. പക്ഷേ സാധനം രസമുണ്ടായിരുന്നു കാണാൻ. കാരണം അതിന്റെ ആ സൗണ്ട് എഫക്ട് ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഒരു കുറച്ച് ഫൈറ്റ് ഉണ്ട്. ബസ്സിൽ നിന്നാണ് സ്റ്റോറി തുടങ്ങുന്നത്. മമ്മൂട്ടി ബസ്സിൽ കയറി അവിടുന്ന് കഥ പറയണത്. ഞാൻ അതിക്കൊന്നും കടക്കണില്ല. അവിടെ നിന്നാണ് സിനിമന്റെ ഒരു പോക്ക് അങ്ങനെയാണ്. പിന്നെ എന്താ ഏതാ പിന്നെ മമ്മൂട്ടിന്റെ കഥ പറച്ചിലാണ്. മനസ്സിലായില്ല. ആ സമയത്ത് ആ കഥ പറച്ചിന്റെ ആ ബസ്സിൽ കയറിയിട്ട് ആ സിനിമയുടെ തുടങ്ങുന്ന സമയത്താണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ചളി ഇങ്ങനെ വാരി വതറാനായിട്ട് അതിനായിട്ട് ഇങ്ങനെ 2 ക്യാരക്ടേഴ്സ് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വന്നിരിക്കുന്നു ചളി അടിക്കാൻ. മനസ്സിലായില്ല. അപ്പൊ ചിരിപ്പിക്കാൻ നമ്മളെ കൊണ്ട് നോക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ചിരി വരില്ല. കാരണം നമ്മൾ കേട്ട് മടുത്ത സാധനങ്ങളൊക്കെ തന്നെ ഇതിൽ ഇവര് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ അല്ലാതെ ചില സാധനങ്ങൾ മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ സിനിമയ്ക്ക് എനിക്ക് പേഴ്സണലി ഒരു കുഴപ്പം തോന്നിയിട്ടില്ല. ഇനി ബാക്കിയുള്ളവർക്ക് കുഴപ്പം തോന്നുന്നു കഴിഞ്ഞിട്ട് ഇതിൽ കമന്റ് ബോക്സിൽ കമന്റ് ഇടാൻ വരുന്നവർക്ക് എല്ലാവരെക്കാളും പ്രശ്നം വരുമോ എന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് പേഴ്സണലി ഈ ഒരു സിനിമ ഇഷ്ടപ്പെട്ട് നല്ല രീതിയിൽ ഈ സിനിമ ഇഷ്ടപ്പെട്ടു. ഞാൻ ആവറേജ് എന്നല്ല പറഞ്ഞത്, എനിക്ക് കുഴപ്പമില്ല അത്യാവശ്യം ഇഷ്ടപ്പെട്ടെന്നൊന്നല്ല പറഞ്ഞത്. ഈ സിനിമ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. എനിക്ക് ആർക്കും പറയാൻ ഞാൻ പറഞ്ഞല്ലോ പെർഫെക്റ്റ് മൂവി അല്ല. അതായത് എനിക്ക് ഇഷ്ടപ്പെടാതെ പോയ 2-3-4 കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ ഈ ഒരു സിനിമ മമ്മൂട്ടി കാരണം, അതായത് മമ്മൂട്ടിന്റെ ആ സംഭവങ്ങൾ ഡയറക്ഷൻ ക്വാളിറ്റി ആയിട്ട് BGM ഒക്കെ കാരണം, പിന്നെ കൈയടിക്കാനുള്ള ഭാഗ്യം ഈ സിനിമയിൽ അത്യാവശ്യം ഉള്ളതുകൊണ്ടും എനിക്ക് ഈ സിനിമ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾ ഈ സിനിമ ബസൂക്ക എന്ന് പറഞ്ഞ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക.